അധികാരമേറ്റതിനു പിന്നാലെ അയൽരാജ്യങ്ങളിൽ സന്ദർശനം നടത്തുക എന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പതിവാണ്. 2014 ഭൂട്ടാനിലും 2019 മാലിദ്വീപിലും സന്ദർശനം നടത്തിയ മോദി പക്ഷേ ഇക്കുറി യുക്രൈൻ അധിനിവേശത്തോടെ ലോകത്തിനു മുന്നിൽ വെറുക്കപ്പെട്ട റഷ്യയിലേക്കാണ് പോയത്. അതും 6ാം തവണ. എന്തിന്, എന്തുകൊണ്ട്? കൗതുകമേറുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വെറും 24 ദിവസത്തിന്റെ ഇടവേളയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് കൊടുത്ത അതേ കൈകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് കരം പിടിക്കാൻ ഈ ലോകത്തിൽ ആർക്കൊക്കെ കഴിയും? അത് നമ്മുടെ മോദിക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. ജൂൺ 14 ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിക്കിടയിലാണ് നരേന്ദ്രമോദി യുക്രൈൻ പ്രധാനമന്ത്രിയെ കണ്ടത്. പിന്നാലെ ജൂലൈ 8 റഷ്യയിലെത്തി പുടിനെ കെട്ടിപ്പിടിച്ച് ആതിഥേയത്വം സ്വീകരിക്കുന്നു. എന്തായിരിക്കും മോദിയുടെ മനസ്സിൽ? അതിലേക്ക് വരും മുമ്പ് മറ്റൊരു കാര്യം പറയാം. ഈ ഉഭയകക്ഷി സന്ദർശന പരിപാടിയിൽ മോദി യൂറോപ്പിലെ സമ്പന്ന രാഷ്ട്രങ്ങളിൽ ഒന്നായ ഓസ്ട്രിയയിലേക്കും ദ്വിദിന സന്ദർശനം നടത്തുന്നുണ്ട്. നീണ്ട 41 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നത്. മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശേഷം സന്ദർശിക്കുന്ന 66ാമത്തെ രാജ്യമാണ് ഓസ്ട്രിയ. 1983 ഇന്ദിരാഗാന്ധിയാണ് ഓസ്ട്രിയയിലേക്ക് അവസാനമായി സന്ദർശനം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ദിര 1971 ഓസ്ട്രിയയിൽ എത്തിയിരുന്നു. 2024 മോദി ഓസ്ട്രിയയിലേക്ക് വരുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികം കൂടിയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. മൂന്നാമതും അധികാരമേറ്റ നരേന്ദ്രമോദി ഒരു ചെറിയ യൂറോപ്യൻ രാജ്യത്തിൽ സന്ദർശനം നടത്തുന്നത് എന്തിനായിരിക്കും? UN സ്ഥിരാംഗത്വം ഉൾപ്പെടെയുള്ള രാജ്യാന്തര തലത്തിലുള്ള ഇന്ത്യയുടെ വലിയ ലക്ഷ്യങ്ങൾക്കുള്ള പിന്തുണ മുന്നിൽ തന്നെ കണ്ടുതന്നെയെന്ന് ഉറപ്പിക്കാം. മോദി യാത്രയിൽ 1ാം സ്ഥാനം US-നാണ്. 8 തവണയാണ് മോദി അമേരിക്കയിൽ എത്തിയത്. ഫ്രാൻസ്, ജപ്പാൻ, UAE എന്നീ രാജ്യങ്ങളിൽ 7 തവണ മോദി സന്ദർശനം നടത്തി. ജർമ്മനി, റഷ്യ എന്നീ രാജ്യങ്ങളിൽ 6 തവണയും ചൈന, നേപ്പാൾ എന്നിവിടങ്ങളിൽ 5 തവണ വീതവും മോദി എത്തി. സിംഗപ്പൂരിലേക്ക് 4 പ്രാവശ്യമാണ് മോദി യാത്ര ചെയ്തിട്ടുള്ളത്. ആകെ സഞ്ചരിച്ച 66 ലോകരാജ്യങ്ങളിൽ 36 രാജ്യങ്ങളിൽ 1 പ്രാവശ്യം മാത്രമാണ് മോദി എത്തിയത്. 15 രാജ്യങ്ങളിൽ അദ്ദേഹം 2 തവണ വീതം യാത്ര നടത്തിയപ്പോൾ 6 രാജ്യങ്ങളിൽ 3 തവണ വീതവും എത്തി. അയൽ രാജ്യങ്ങളിൽ യാത്ര ചെയ്തതിനേക്കാൾ പല കുറി സന്ദർശനം നടത്തിയത് US-ലും യൂറോപ്യൻ രാജ്യങ്ങളിലുമാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. ഇത് 3ാം തവണയാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അധികാരമേറ്റ ഉടൻ ആദ്യ വിദേശയാത്ര റഷ്യയിലേക്ക് നടത്തുന്നത്. മുൻ പ്രധാനമന്ത്രിമാരായ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ആദ്യ വിദേശയാത്ര റഷ്യയിലേക്കായിരുന്നു. അധികാരമേറ്റ ശേഷമുള്ള ഒരു ഭരണാധികാരിയുടെ ആദ്യ വിദേശയാത്ര ആതിഥേയ രാജ്യത്തിന് ലഭിക്കുന്ന പരിഗണനയാണ് കാണിക്കുന്നത്. അതായത് മോദിയുടെ ഈ യാത്ര മറ്റു രാജ്യങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്തെന്നാൽ റഷ്യക്കാണ് ഇന്ത്യ മുന്തിയ പരിഗണന നൽകുന്നത് എന്നതാണ്. തിരികെ അതേ പരിഗണന റഷ്യ ഇന്ത്യക്കും നൽകി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ റഷ്യ സന്ദർശന വേളയിൽ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയത്. എന്നാൽ മോദിയെ സ്വീകരിക്കാൻ അതിനേക്കാൾ ഉയർന്ന റാങ്കിലുള്ള ആളെയാണ് റഷ്യ നിയോഗിച്ചത്. മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തെ ഏറ്റവും പരമോന്നത ബഹുമതിയും നൽകി റഷ്യ ആദരിച്ചു. റഷ്യയിലെ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂസ് ബഹുമതി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത്. റഷ്യ യുക്രൈനിൽ സൈനിക നടപടികൾ ആരംഭിച്ച ശേഷമുള്ള മോദിയുടെ ആദ്യ സന്ദർശനം കൂടിയാണിത്. സൗഹൃദ രാജ്യങ്ങളുടെ പിന്തുണ റഷ്യ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത്. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി മുഖ്യ അജണ്ടയാക്കി മോസ്കോയിലെത്തിയ മോദിക്ക് പുടിൻ പ്രത്യേക അത്താഴ വിരുന്നും ഒരുക്കിയിരുന്നു. പ്രതിരോധം, നിക്ഷേപം തുടങ്ങിയ മേഖലയിലും ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ സഹകരണം ഉണ്ടാകുന്ന കാര്യമൊക്കെ ചർച്ചയായി. അതേസമയം പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ മോദി യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതാണ് ലോകം ഉറ്റുനോക്കിയത്.